എവിടെ നോക്കിയാലും സാരി ഉടുത്ത സുന്ദരികൾ. ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സാരി ഉടുത്ത സുന്ദരികളുടെ ബഹളമാണ്. എവിടെ നോക്കിയാലും അതിമനോഹരമായ 3D ഫിഗറുകളും ചുവപ്പ് സാരിയും ഉടുത്ത സുന്ദരികളും തന്നെ. ഗൂഗിൾ ജെമിനി നാനോ ബനാന AI ടൂൾ ഉപയോഗിച്ചാണ് എല്ലാവരും ഇങ്ങനെ സുന്ദരികളായിക്കൊണ്ടിരിക്കുന്നത്. നാനോ ബനാന AI 3D ഫിഗറിൽ വളരെ പെട്ടെന്നാണ് ജനപ്രിയമായത്. നാനോ ബനാന AI സാരി ട്രെൻഡിലേക്ക് എത്തിയതോടെ ഓൺലൈൻ ലോകത്ത് വൻ പ്രചാരം നേടി. 90കളിലെ ബോളിവുഡിന്റെ നൊസ്റ്റാൾജിക് സൗന്ദര്യശാസ്ത്രം പുനർനിർമ്മിക്കുന്ന കാറ്റിൽ പറക്കുന്ന ഷിഫോൺ സാരികൾ, ഗ്രെയിനിയായ റെട്രോ ടെക്സ്റ്ററുകൾ, ഊഷ്മളമായ ഗോൾഡൻ അവർലൈറ്റിംഗ് എന്നിവ എഡിറ്റുകളിൽ ഉൾപ്പെടുന്നു. ഉപയോക്താക്കൾ പോൾക്ക ഡോട്ട് സാരികൾ, കറുത്ത പാർട്ടി വെയർ ലുക്കുകൾ, മൃദുവായ പുഷ്പ പ്രിന്റുകൾ എന്നിവയിലും പരീക്ഷണം നടത്തുന്നു. നാടകീയമായ ഷാഡോകളും ടെക്സ്ചർ ചെയ്ത പശ്ചാത്തലങ്ങളും ഇഫക്റ്റ് പൂർത്തിയാക്കുന്നു. നല്ല മെലിഞ്ഞ സുന്ദരിയായിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്, അല്ലേ? അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ട്രെൻഡ് ആവുകയും ചെയ്യും. മിക്കവാറും എല്ലാവരും അതൊന്ന് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ എത്രമാത്രം സുരക്ഷിതത്വമുണ്ടെന്നും ഒരു ചർച്ചാ വിഷയമാണ്. നാനോ ബനാനയിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് നാനോ ബനാന എന്ന് നോക്കാം. ഗൂഗിളിന്റെ AI മോഡലായ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് ചിത്രങ്ങളെ അതിമനോഹരമായ 3D ഫിഗറൈനുകളാക്കി മാറ്റുകയോ 90കളിലെ ബോളിവുഡ് സാരി ലുക്കിലും മറ്റും അവതരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നാനോ ബനാന എന്ന് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്റർനെറ്റ് സമൂഹം നൽകിയ ഒരു വിളിപ്പേരാണിത്. ഈ പ്രവണത എത്രയും ജനപ്രിയമാകാനുള്ള ഏറ്റവും വലിയ കാരണം നാനോ ബനാന ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള എളുപ്പത്തിലുള്ള പ്രോംപ്റ്റുകളും നിർദ്ദേശങ്ങളുമാണ്. അതിലൂടെ ആർക്കും ഒരു നല്ല AI ജനറേറ്റഡ് ഇമേജ് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ ഹൈപ്പർ റിയലിസ്റ്റിക് ഇമേജ് നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് സാങ്കേതിക വൈദഗ്ധ്യമോ പണമടയ്ക്കലോ ആവശ്യമില്ല. 2025 സെപ്റ്റംബർ 6 വരെയുള്ള കണക്കനുസരിച്ച് 200 ദശലക്ഷത്തിലധികം ചിത്രങ്ങൾ ഇതിനോടകം എഡിറ്റ് ചെയ്യപ്പെടുകയും അതിൽ പലതും 3D ഫിഗറുകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ട്രെൻഡ് വ്യക്തിഗത ചിത്രങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യത, സുരക്ഷാ അപകട സാധ്യതകളെക്കുറിച്ച് പുതിയ മുന്നറിയിപ്പുകൾ ഉയർത്തിയിട്ടുണ്ട്. വൈറലായ ഈ വീഡിയോ സൈബർ സുരക്ഷാ വിദഗ്ധരുടെയും നിയമപാലകരുടെയും സുരക്ഷാ മുന്നറിയിപ്പുകൾക്ക് കാരണമായിട്ടുണ്ട്. പങ്കെടുക്കുമ്പോൾ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് IPS ഓഫീസർ VC സജ്ജനാർ ഒരു പൊതു ഉപദേശം നൽകി. വ്യാജ വെബ്സൈറ്റുകളിലേക്കോ അനൌദ്യോഗിക വെബ്സൈറ്റുകളിലേക്കോ ഫോട്ടോകളോ വ്യക്തിഗത വിവരങ്ങളോ അപ്ലോഡ് ചെയ്യരുതെന്നും അദ്ദേഹം ഉപയോക്താക്കളെ ഉപദേശിച്ചു. ഇന്റർനെറ്റിലെ ട്രെൻഡിംഗ് വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുക. നാനോ ബനാന ഭ്രമത്തിൽ കെണിയിൽ വീഴുന്നത് അപകടകരമാണ്. നിങ്ങൾ ഓൺലൈനിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവച്ചാൽ തട്ടിപ്പുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ക്ലിക്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം കുറ്റവാളികളുടെ കൈകളിൽ എത്തിച്ചേരാം എന്ന് സജ്ജനാർ Xലെ ഒരു പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി. ഗൂഗിൾ ജെമിനി നാനോ ബനാന സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോക്താക്കൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇവയാണ്. സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ലൊക്കേഷൻ ടാഗുകൾ പോലുള്ള മെറ്റാഡേറ്റ നീക്കം ചെയ്യുക. സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗ്സുകൾ കർശനമാക്കുക. ചിത്രങ്ങൾ പങ്കിടുന്നത് പരിമിതപ്പെടുത്തുക.